ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയെക്കുറിച്ച് ആണ്. 1510 പോർച്ചുഗീസ് നാവികനായ അൽഫോൻസ് ഡി അൽബുബക്കർക്ക് എത്തിയതോടെ ആണ് ഗോവയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത്. അൽഫോൻസോ ഡി അബൂബക്കർക്ക് 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശമാണ് ഇത്. 18-ാം നൂറ്റാണ്ട് ആയതോടെ പൂർണ്ണമായും പോർച്ചുഗീസ് അധീനതയിൽ ആയി. ഇന്ത്യ സ്വതന്ത്രമായ ശേഷവും പോർച്ചുഗീസ് ആധിപത്യം തുടർന്നു. 1961 വരെ പോർച്ചുഗീസ് ഭരണത്തിലായിരുന്നു ഗോവ. 1961 ഡിസംബർ 19 ഗോവയെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. 1987 മെയ് 30 ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമായി ഗോവ മാറി. ഗോവ സംസ്ഥാനമായി മാറിയ വർഷം എടുക്കുക, അതിൽ ഓരോ ഡിജിറ്റും നോക്കുക. 1 കൂടിയാണ് വരുന്നതെന്ന് കാണാം. 7നോട് 1 കൂട്ടിയാൽ 8 എന്ന് കിട്ടും. 8നോട് 1 കൂട്ടിയാൽ 9 എന്ന് കിട്ടും. 9നോട് 1 കൂട്ടിയാൽ 10 എന്ന് കിട്ടും. 10ലെ 1 മാത്രമാണ് എടുക്കുന്നത്. അപ്പം 1987 എന്ന് കിട്ടുന്നു. ഇനി മാസം ഏതാണ് എന്ന് ഓർത്തിരിക്കുവാനായിട്ട് ഗോവ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജി എന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഈ ജിയെ തിരിച്ചു വെക്കുമ്പോൾ 5 എന്നാകും. അപ്പം 5ാം മാസമായ മെയ് ആണെന്ന് ഓർക്കാം. 30 ഡേറ്റ് ആണെന്ന് ഓർത്തിരിക്കാനായിട്ട് മെയ്യിലെ എമ്മിനെ ചരിച്ചു വെക്കുക. അപ്പോൾ 3 എന്ന് കിട്ടും. പിന്നെ നേരത്തെ കളഞ്ഞ 0 എടുത്ത് 3ൻ്റെ ഫ്രണ്ടിലിടുക. അപ്പോൾ 30 എന്ന് കിട്ടും. അപ്പോൾ ഗോവ സംസ്ഥാനമായി മാറിയ വർഷം 1987 മെയ് 30 ആണെന്ന് ഓർത്തിരിക്കാം. ഗോവയുടെ തലസ്ഥാനം പനാജി ആണ്. ക്യാപിറ്റൽ സിറ്റി പനാജി ആണെന്ന് ഓർത്തുവയ്ക്കുവാനായിട്ട് മഹാകവി ജി ഗോവയിൽ പോയേച്ച് വന്നപ്പോൾ പനയോല കൊണ്ടുള്ള ക്യാപ്പാണ് ധരിച്ചതെന്ന് ഓർത്താൽ മതി. ഗോവയുടെ നിയമ തലസ്ഥാനം ആണ് പോർവോറിം. ഗോവയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ ആണ്. മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ദിവാകർ ദത്ത. ഗോവയുടെ ഹൈക്കോടതി മുംബൈ ഹൈക്കോടതിയാണ് എന്ന് ഓർത്തിരിക്കുവാനായിട്ട് ഗോവ മുംബൈ ദത്തെടുത്ത ഹൈക്കോടതിയാണെന്ന് ഓർക്കാം. ഇതിൽ മുംബൈ എന്നുള്ളതിൽ നിന്നും മുംബൈ ഹൈക്കോടതിയാണെന്നും ദത്തെടുത്ത ഹൈക്കോടതി ആണെന്നുള്ളതിൽ നിന്നും ദിവാകർ ദത്തയാണ് മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നും ഓർത്തിരിക്കുക. ഏറ്റവും കുറവ് ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ 2 ജില്ലകളാണ് ഉള്ളത്. തെക്കൻ ഗോവ, വടക്കൻ ഗോവ എന്നിവയാണ് അവ. ഏറ്റവും കുറവ് നിയമസഭാംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ, ലോക്സഭാംഗങ്ങൾ എന്നിവയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ 40 നിയമസഭാ മണ്ഡലങ്ങളും 2 ലോക്സഭാ മണ്ഡലങ്ങളും 1 രാജ്യസഭാ സീറ്റും ആണ് ഉള്ളത്. ഗോവയുടെ ജനസംഖ്യ ഇന്ത്യയുടെ 0.12% ഭൂപ്രദേശം ഇന്ത്യയുടെ 0.11% ആണ് ഉള്ളത്. ഗോവയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്തും ഗവർണർ സത്യപാൽ മാലിക്കും ആണ്. പ്രൈം മിനിസ്റ്റർ മോദി സാവധാനം നടന്നുപോയി എന്ന് ഓർത്തിരുന്നാൽ ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണെന്ന് ഓർക്കാം.
പോയി എന്നുള്ളതിൽ നിന്നും ഗോവ ആണെന്നും മിനിസ്റ്റർ എന്നുള്ളതിൽ നിന്നും ചീഫ് മിനിസ്റ്റർ ആണെന്നും കിട്ടും. ഗോവയിലെ ഗവർണർ ഇംഗ്ലീഷ് പാലും മലയാളം പാലും കുടിക്കും എന്ന് ഓർക്കുക. അപ്പോൾ ഗോവയിലെ ഗവർണർ സത്യപാൽ മാലിക് ആണെന്ന് ഓർക്കാം. പാൽ എന്നുള്ളത് മലയാളത്തിൽ പാൽ എന്നും പാലിൻ്റെ ഇംഗ്ലീഷ് വേർഡായ മിൽക്ക് എന്നുള്ളത് മാലിക് ആണെന്നും ഓർക്കാം. ഗോവയിലെ പ്രധാന ഭാഷകൾ ആണ് കൊങ്ങിണി, മറാത്തി, ഇംഗ്ലീഷ് എന്നിവ. ലിപിയില്ലാത്ത ഭാഷയാണ് കൊങ്ങിണി. കൊങ്കണി മറാത്തിക്കാരി ഗോവയിൽ വന്നു പോയപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് ഓർത്തു വച്ചിരുന്നാൽ ഗോവയിലെ ഭാഷകൾ കൊങ്ങിണി, മറാത്തി, ഇംഗ്ലീഷ് എന്നിവയാണെന്ന് ഓർക്കാം. ഗോവയുടെ സംസ്ഥാന മൃഗം കാട്ടുപോത്തും സംസ്ഥാന പക്ഷി ബ്ലാക്ക് ക്രസ്റ്റഡ് ബുൾബുളും സംസ്ഥാന പുഷ്പം റെഡ് ജാസ്മിനും സംസ്ഥാന വൃക്ഷം മട്ടിയും കോക്കനട്ട് ട്രീയും ആണ്. ഗോവയിലെ ആനയ്ക്ക് കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണ് എന്ന് ഓർത്തിരുന്നാൽ ഗോവയിലെ സ്റ്റേറ്റ് ആനിമൽ കാട്ടുപോത്ത് ആണെന്ന് ഓർക്കാം. ഗോവയുടെ സ്റ്റേറ്റ് ബേർഡ് ബ്ലാക്ക് ക്രസ്റ്റഡ് ബുൾബുൾ ആണെന്ന് ഓർത്തിരിക്കുവാനായിട്ട് നമ്മുടെ പട്ടണപ്രവേശ സിനിമയിലെ സീൻ ഓർത്തിരിക്കുക. ബാലകൃഷ്ണൻ നിരീക്ഷിച്ച പക്ഷി ബുൾബുൾ ആണെന്ന് ഓർക്കുക. ഗോവയിലെ ബേർഡ് സാഞ്ചുറിയായ സലിമലി ബേർഡ് സാഞ്ചുറിയിൽ നിന്നാണ് നിരീക്ഷിച്ചതെന്നും കൂടി ഓർത്തിരുന്നാൽ ഗോവയിലാണ് സലിമലി ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കാം. ഗോവയുടെ സ്റ്റേറ്റ് ഫ്ലവർ റെഡ് ജാസ്മിൻ ആണെന്ന് ഓർത്തിരിക്കുവാനായിട്ട് മീര ജാസ്മിൻ്റെ മുഖം ചുവന്നു തുടുത്തതാണെന്ന് ഓർത്തിരിക്കുക. ഗോവയുടെ സ്റ്റേറ്റ് ട്രീ മട്ടിയും കോക്കനട്ട് ട്രീയും ആണെന്ന് ഓർത്തിരിക്കുവാനായിട്ട് മണ്ടപോയ കോക്കനട്ട് ട്രീ എന്ന് ഓർത്താൽ മതി. അതായത് മണ്ടപോയ തെങ്ങെന്ന് ഓർത്തിരുന്നാൽ മതി. ഗോവയിലെ പ്രധാന നദികൾ ആണ് മണ്ഡോവി, സുവാരി, ചേപ്പോറ, ബേട്ടൂൽ എന്നിവ. മണ്ഡോവി, സുവാരി നദികളുടെ സംഗമ സ്ഥലത്താണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഗോവയുടെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ് മണ്ഡോവി നദി. ഗോവയിലെ നദികളായ മണ്ഡോവി, സുവാരി എന്നീ നദികളെ ഓർത്തിരിക്കുവാനായി ഫുട്ബോൾ പ്ലെയർ സുവാരസ് തലമണ്ടയ്ക്കിട്ടാണ് കടിച്ചത് എന്ന് ഓർത്താൽ മതി. ദൂദ്സാഗർ, ഹരവേലം എന്നിവയാണ് ഗോവയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മണ്ഡോവി നദിയിൽ ആണ്. ഗോവയിലെ പ്രധാന ഫെസ്റ്റിവൽ ആണ് രാംലീല. ദിലീപിൻ്റെ രാംലീല സിനിമ കാണാൻ പോയപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ടായിരുന്നു എന്ന് ഓർത്തു വച്ചിരുന്നാൽ ഗോവയിലെ ഫെസ്റ്റിവൽ രാംലീല ആണെന്ന് ഓർക്കാം. സംസ്ഥാനത്തു കൂടി കടന്നു പോകുന്ന ദേശീയപാതകളുടെ ആകെ നീളം 292.9 കിലോമീറ്റർ ആണ്. പ്രസിദ്ധമായ കൊങ്കൺ റെയിൽവേ പാത കടന്നു പോകുന്നത് ഗോവയിലൂടെ ആണ്. മഡ്ഗാവ്, വാസ്കോഡഗാമ എന്നിവയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. ഗോവയിലെ ഏക വിമാനത്താവളമാണ് ഡാബോലിം അന്താരാഷ്ട്ര വിമാനത്താവളം. കിഴക്കിൻ്റെ പർദീസ, കിഴക്കിൻ്റെ മുത്ത്, സഞ്ചാരികളുടെ പർദീസ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗോവ ആണ്. കിഴക്കിൻ്റെ മുത്ത്, കിഴക്കിൻ്റെ പർദീസ, സഞ്ചാരികളുടെ പർദീസ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗോവയാണ് എന്ന് ഓർത്തിരിക്കുവാനായി കിഴങ്ങൻ സഞ്ജുവിൻ്റെ മുത്താണ് പാറു എന്ന്
ഓർത്തിരുന്നാൽ മതി. പ്രാചീന കാലത്ത് ഗോവപുരി, ഗോമന്തകം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ടോളമിയുടെ കൃതികളിൽ ഗോവ ഉൾപ്പെടുന്ന പ്രദേശം രേഖപ്പെടുത്തിയിരിക്കുന്ന പേരാണ് ശൗബ. വടക്ക് മഹാരാഷ്ട്രയും കിഴക്കും തെക്കും കർണാടകവും പടിഞ്ഞാറ് അറബിക്കടലുമാണ് ഗോവയുടെ അതിർത്തികൾ. ബീച്ച് ടൂറിസം ഏറ്റവും കൂടുതൽ ഉള്ളത് ഗോവയിൽ ആണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട വ്യവസായമാണ് സംസ്ഥാനത്ത് ഏറ്റവും പുരോഗതി നേടിയിരിക്കുന്നത്. കലൻകൂട്, കോൾവ, ഡോണാപ്പോള തുടങ്ങി 40-ലധികം പ്രധാന ബീച്ചുകൾ ഗോവയിൽ ഉണ്ട്. മത്സ്യബന്ധനമാണ് ഗോവയിലെ പ്രധാനപ്പെട്ട വ്യവസായം. നെല്ലാണ് ഗോവയിലെ പ്രധാന കൃഷി. ഗോവയിലെ ഏറ്റവും വലിയ നഗരം ആണ് വാസ്കോഡ ഗാമ.